ശത്രുവിന് നിലം പരിശാക്കാൻ കരുത്തന്മാരായ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഇരട്ടി കരുത്തേൽക്കാനെത്തുകയാണ് അസ്ത്ര മാർക്ക് 2 മിസൈൽ. 200 കിലോമീറ്റർ വരെ അകലെയുള്ള ലക്ഷ്യങ്ങൾ തകർക്കാൻ ഉഗ്രശേഷിയുള്ള മിസൈലാണ് അസ്ത്ര മാർക്ക് 2. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO തദ്ദേശീയമായി വികസിപ്പിച്ചതാണിത്. അസ്ത്ര മാർക്ക് 2 മിസൈൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൈമാറും. അസ്ത്ര മാർക്ക് 1ന്റെ വിപുലീകരിച്ച പതിപ്പാണ് അസ്ത്ര മാർക്ക് 2. 160 കിലോമീറ്റർ ആയിരുന്നു അസ്ത്ര മാർക്ക് 1ന്റെ പരിധി. ആദ്യഘട്ടത്തിൽ 700 അസ്ത്ര മാർക്ക് 2 മിസൈലുകളാണ് വ്യോമസേനയ്ക്ക് കൈമാറുന്നത്. യുദ്ധവിമാനങ്ങളിൽ നിന്ന് തൊടുത്തുവിടാനും 200 കിലോമീറ്റർ വരെ അകലത്തെ ലക്ഷ്യങ്ങൾ തകർക്കാനും ശേഷിയുള്ള മിസൈലാണ് ഇത്. ശത്രു ലക്ഷ്യങ്ങളെ കൃത്യമായി ട്രാക്ക് ചെയ്ത് കണ്ടെത്തി തകർക്കാനാകും ഇതിന്. അത്യാധുനിക ഗതിനിർണയ സംവിധാനങ്ങളാണ് അസ്ത്രയ്ക്കുള്ളത്. മിസൈലിൽ അത്യാധുനിക മാർഗനിർദ്ദേശ നാവിഗേഷൻ സംവിധാനങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ഇവ വ്യോമസേനയുടെ സുഖോയ് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് ഫൈറ്റർ ജെറ്റ് ഫ്ലീറ്റുകളിൽ ഘടിപ്പിക്കുമെന്ന് പ്രതിരോധ ഉദ്യോഗസ്ഥർ പറയുന്നു. ആളില്ലാ വ്യോമ സംവിധാനങ്ങളെ അസ്ത്ര 1 വിജയകരമായി തകർത്തിട്ടുണ്ട്. അസ്ത്ര മാർക്ക് 2 മിസൈൽ ശബ്ദത്തിന്റെ വേഗതയേക്കാൾ 4 ഇരട്ടി വേഗത്തിൽ പറക്കുന്നു. എല്ലാ കാലാവസ്ഥയിലും പകലും രാത്രിയും എല്ലായ്പ്പോഴും ആക്രമണം നടത്താൻ ഈ മിസൈലിന് സാധിക്കും. നിലവിൽ അതിന്റെ പരിധി ഏകദേശം 100 കിലോമീറ്റർ ആണ്. മിസൈലിന്റെ വലിപ്പം മറ്റ് മിസൈലുകളെ അപേക്ഷിച്ച് വളരെ ചെറുതാണ്. ഭാരവും വളരെ കുറവ്. ദീർഘദൂര ഫയർ പവർ സജ്ജീകരിച്ചിരിക്കുന്ന ആധുനിക മാർക്ക് 2 മിസൈലിന് ദൃശ്യപരിധിക്കപ്പുറം ശത്രു വിമാനങ്ങളെ പോലും ലക്ഷ്യമിടാൻ സാധിക്കും. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന്റെ പല യുദ്ധവിമാനങ്ങളും ആളില്ലാ വിമാനങ്ങളും തകർത്തത് ഇന്ത്യയുടെ അസ്ത്ര മിസൈലാണ്. ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തിലെ നിർണായക നാഴികക്കല്ലെന്നാണ് ഇതിനെ വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത്. കാഴ്ചപരിധിക്കപ്പുറം റേഞ്ചുള്ള ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലാണ് DRDO വികസിപ്പിച്ചത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് തുടങ്ങി നിരവധി പ്രതിരോധ കമ്പനികൾ പ്രൊജക്റ്റുമായി സഹകരിച്ചിട്ടുമുണ്ട്.